യാതടാ ഈ കഴ. ഇതേതാ യുദ്ധഭൂമിയിൽ പുതിയൊരു പഴം വിഴുങ്ങി. നിന്റെ തന്ത അനുരാഗവിലോചനായി മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ. ഏതാ കഴപ്പൂത്ത് ഭ്രാന്തായ അമ്മാവനാണെന്ന് തോന്നുന്നു. തടവി ഇറക്കുക തന്നെ. പടിമേലെ നിൽക്കും ചന്ദ്രനോ. ഇയാൾക്ക് സാധനം ഇല്ല, അതാണ് പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പാവാണ്. ഇവനാരും തെറി വിളിക്കരുത്, ഞാൻ വിളിക്കാം. എന്തോടാ മൂക്കിലടിച്ച് കയറ്റി വെച്ചിരിക്കണത്? മൂക്കിന്നൊരു കണക്ഷൻ ചെവിയിലോട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാണോ എന്തോ. ചങ്കുവരയും പാമ്പിന് അടലയിൽ ഉണ്ടായിരുന്നോ ഇത്? ഇതൊക്കെ ഏത് യൂണിവേഴ്സ് ആണെന്ന് ദൈവത്തിനറിയാം. മോഹനൻ ലാൽ, ഈ അവതാരത്തിനെ ആവാഹിക്കാൻ ഈ അവതാരത്തിനെ ആവാഹിക്കാൻ ഞാൻ കട്ടയ്ക്ക് കൂടെ പിടിച്ചോളാവേ. പൊടാനിട്ട് പകുതി കണ്ണടച്ച് നോക്കിയാൽ തലയിൽ മലയുണ്ടായിരിക്കുന്നത് കാണാം. അയ്യോ, ഞങ്ങളുടെ വീട്ടില് ദിവാങ്കോട്ട്. ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി, കാവാലം ജെട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. ഇതെന്താ ഒരു കൈ പിടിച്ചേക്കുന്നേ? ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? എനിക്കറിയാൻ മേല, പിള്ളേരെ പുതിയ ഫാഷൻ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊക്കെ ഇടുന്നുണ്ടല്ലോ. എടാ പോത്തിന് ക്ലീൻ ഷേവ് അടിക്കണടാ. ഈ മോനെ സംഭവമൊക്കെ കൊള്ളാം, അടിപൊളി. പക്ഷെ ഇവന്മാര് പോത്തിനെ ക്ലീൻ ഷേവ് അടിച്ച് എണ്ണയും തേച്ച് വെയിലത്തോണ്ട് നിർത്തുമ്പം അനുഭവിക്കാൻ പോണത് ഈ പോത്തല്ലേ. അതിന് ഈ ചൂടും തണുപ്പൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് കൊടുത്തിരിക്കുന്നതാണ് ആ രോമം. ഇതിപ്പോ വരുന്ന കൊതുകിന് മൊത്തം സ്ട്രോ ഇട്ട് കുടിക്കാൻ പാകത്തിന് ആക്കി വെച്ചിട്ടുണ്ട് എന്റെ ശരീരം. പിന്നെ ഈ പോത്തിന് 2 കോടി രൂപ വില പറയണമുണ്ട്. അവന്മാര് തലേ ചുവന്നോടെ നടന്നോളും. ഈ കണനല്ല, പോത്തിന. ഹലോ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് അടുത്തായിട്ട് ഗിവ് തരാൻ പോകുന്നത് ഒരു ടെന്നീസ് ബോളാണ്. അമേരിക്കക്കാർ പോലും ചോദിച്ചിട്ട് നമ്മൾ കൊടുക്കാതെ വെച്ചിരുന്ന ടെന്നീസ് ബോളാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ടെന്നീസ് ബോൾ കാണാൻ പോകും ഗൈസ്. ഇതിന്റെ കയ്യിലാണ് ടെന്നീസ് ബോള്. ടെന്നീസ് ബോൾ കാണിച്ചു കൊടുക്കട്ടെ. ടെന്നീസ് ബോൾ കാണിച്ചു കൊടുക്കട്ടെ. ഗിവ് കൊടുക്കാനാണ്. മുഖത്തൊന്നല്ല, മാറി കാണിച്ചു കൊടുക്കട്ടെ. എന്നിട്ടാണ് കാര്യം പറ. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. മാറി മതിയോ? ടെന്നീസ് ബോൾ ആർക്കും കൊടുക്കില്ല. ഇത് ഇവിടുത്തെ നമ്മളോ ടെന്നീസ് ബോള് ചെറുക്കാൻ മിക്കവാറും കൊന്നാണോ അതിന്. അവള് വീഡിയോ എടുത്തതാ എടുത്ത്. അതെന്തിനാണ് എന്തോ പബ്ലിക് ആക്കി ഇടാൻ പോയത്. ഇതിപ്പം നാട്ടുകാരെ മൊത്തം ചെക്കൻ്റെ ടെന്നീസ് ബോൾ കണ്ടില്ലേ. ഇവളെയൊക്കെ വിശ്വസിച്ച് സ്വന്തം തന്ത എങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങും. ഉണ്ടെന്ന് അല്പം മാറിക്കിടന്നാൽ കാച്ചിലാണെന്ന് പറഞ്ഞില്ലേ വീട്ടിൽ നാട്ടുകാരെ മൊത്തം കാണിക്കില്ലേ. കാച്ചിലാടാ. ഇത് തിരിച്ചാണെങ്കിൽ കേസായി, പോസ്കോ ആയി, അവൻ ജയിലിലും. ഇതൊരു ഇതാണ്. ഇത് തിരിച്ചായിരുന്നെങ്കിൽ പോലീസുകാരെ അവന്റെ ടെന്നീസ് ബോൾ ഊരി എടുത്തേനെ. ഇനി ഒരു കുറുവാ സംഘത്തിനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ കിഡിലൻ ഇങ്ങനെ വീശിയ ഇതേപോലെ ആവുന്ന ഒരു ടൂളും കിട്ടോ. ഇതിന്റെ പവർ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത്രയ്ക്ക് പവറുള്ള ഈ ഒരു സാധനം, ചവിട്ടി വളച്ചാ വരെ വളയാത്ത ഈ ഒരു സാധനം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരം ഒന്ന് ഫോളോ ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ വാട്സാപ്പിൽ കയറി ഒരു ഹായ് ഇട്ടായി. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് വാട്സാപ്പിൽ ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഹായ് ഇട്ടായി. ഹായ് അല്ല, ഹോയ് വിടാൻ പോണു. ഹൈ, നീ വീഡിയോ എടുത്തില്ലായിരുന്നു ആരെങ്കിലും ആ സാധനം മേടിച്ചു പോയേനെ. ചവിട്ടി വളച്ചിട്ട് വളയാത്തതാണെന്ന്. അത് ശരി. എന്തായാലും നിന്റെ വീഡിയോ കണ്ട് ഇതാരും വാങ്ങുന്നു തോന്നുന്നില്ല. അത് ശരി ഹെൻട്രാ. ഇവന് ആ വീഡിയോ കളഞ്ഞിട്ട് വേറൊരെണ്ണം വളക്കാതെ പറഞ്ഞാൽ കിട്ടാ പോരായിരുന്ന. ഇതിപ്പോ ഇവനല്ലാതെ വേറെ ആര് ചെയ്താലും ഈ വീഡിയോ കണ്ടാൽ അത് വാങ്ങുമെന്ന് തോന്നുന്നില്ല. പറഞ്ഞ് തള്ളിയാ പോരായിരുന്നില്ലേ, എന്തിനാ മണ്ടാ ചവിട്ടിയെ. എടാ എന്തായാലും നീ ആ സാധനം ചവിട്ടിയപ്പോ വളഞ്ഞ്. നിനക്ക് ആ വീഡിയോ കളഞ്ഞിട്ട് വേറെ ഒരു പുതിയ വീഡിയോ എടുത്താൽ പോരായിരുന്ന. എടാ റീൽ ചെയ്ത് തുണി കൊണ്ടിരിക്കണ കക്കൂസ് വരെ എത്തിയാടാ നീക്കാ. അത് ഭാഗ്യാടാ നിനക്ക്. അത് ഭാഗ്യായി. അവൻ വെള്ളം കോരി അഴിച്ചോളൂ. ഞാൻ വല്ല ഹരിക്കണമായിരുന്നു. നിന്നെ
നോ പ്രോബ്ലം, നമുക്ക് ആഴങ്ങളിലേക്ക് പോകാം. ഇവിടെ ഇങ്ങനെ ആരെങ്കിലൊക്കെ ബാത്റൂമിൽ ആരി ഇറങ്ങി കൊടുക്കണം കേട്ടോ, അതോടെ എന്റെ കഴപ്പങ്ങ് തീരും. நல்லா சாப்பிடுங்க, நல்லா சாப்பிடுங்க. ட்ரெயின்ல கொடுக்குற சமோசாலாம் அப்படிதான் செம்ம டேஸ்டா இருக்கும். എടാ അത് സമൂസ എടാ അത്. அப்படியே கொட்டி எண்ணி அப்படிதான் வச்சு கொடுப்பான். 10 ரூபாய்க்கு 3 10 ரூபாய்க்கு 4. அந்த டேஸ்ட்டுக்கு இப்போ காரணம் இப்போதான் புரியுது, என்னடா இந்த டேஸ்ட்டுன்னு. வெரி குட் வெரி குட், செம்மையா இருக்கும், சாப்பிடுங்க, சூப்பர், വെരി ഗുഡ്. എടാ അത് ശരിക്കും ആൾക്കാർക്ക് കഴിക്കാൻ എടുത്തോണ്ട് പോണതാ അതാ അവിടെ തട്ടിപ്പോയിട്ട് കളയ എടുത്തോണ്ട് പോണതാ? അണ്ണാച്ചി തള്ളി വിടണതാണോ അതോ ഉള്ളതാണോ അറിയാൻ പോയി കേട്ടാ. എന്തായാലും ട്രെയിനിലെ ഫുഡ് മേടിച്ചിന്ന് കക്കൂസിൽ പായം പിരിച്ച് കിടക്കേണ്ട ദിവസമൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടാ, നാലാൾ അറിയണമെങ്കിൽ അറിയട്ടെ. വല്ലാത്ത കളി. ഇരുപത്തിനാല് വയസ്സുള്ള ഞാൻ കുനിഞ്ഞിട്ടെണീക്കുമ്പോൾ നടുവിൽ നിന്ന് ഒരു കിടുകിടാ സൗണ്ട് കേൾക്കുന്നു. വയസ്സാം കാലത്താണ് കേട്ടോ അവര് കളി. സംഭവം പൊളിയിടാ. സത്യത്തിൽ അവരോട് അസൂയ തോന്നുന്നു. ഇവിടെ കുനിഞ്ഞിട്ട് നിവരാൻ വയ്യ, അമ്മാതിരി മുട്ടുവേദന. ഇവരുടെ പ്രായമാകുമ്പോൾ കിടപ്പാകും. എടാ അങ്ങനെ കിടപ്പാവാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ കാലിന് എക്സസൈസ് ചെയ്യണം. കാലിന് മാത്രമല്ല നമ്മൾ ഫുൾ ബോഡിക്ക് എക്സസൈസ് ചെയ്യണം എപ്പോഴും നല്ലതാണ്. നമ്മൾ വയസ്സാകുമ്പോൾ ആദ്യം പഞ്ചറാണ് സാധനമാണ് ഈ കാലെന്ന് പറയുന്നത്. ഈ വയസ്സായി തുടങ്ങുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് നമ്മുടെ കാലിന് താങ്ങാൻ പറ്റാതാവും. താങ്ങി നിർത്തണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും എക്സസൈസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വയസ്സാകുമ്പം തൈലവും ടൈഗർ ബാമും മൂവൊക്കെ ഇട്ട് തേച്ച് നടക്കേണ്ടി വരും. അമ്മച്ചി പണി തുടങ്ങി, നിങ്ങളിവിടെ നോക്കിക്കൊണ്ടിരുന്നോ? അമ്മ പൊളി, പവറേഷ്. ചെറുക്കൻ എടാവൻ വണ്ടി ഓടിക്കണം മാത്രല്ല കേട്ടാ, ബസ്സുകാരന്മാർ തമ്മിൽ വഴക്കൂടണവരെ അതേ ടോണിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. മിക്കവാറും ചെറുക്കൻ വലുതാകുമ്പം ഹെവി ഡ്രൈവർ ആകും. ഈ പിള്ളേര് വലിയൊരു അനുകരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ എത്ര സത്യമാണെന്ന് നോക്കിയാണ്. കൊല്ലോടവനാ. പിന്നെ തിന്നില്ലേ? തിന്നൂടെ കാണിക്കണമായിരുന്നു. പച്ച അറച്ച അലവ എന്നെ പോലെ അല്ലടാ തിന്നണത്. ഇതൊക്കെ ഏത് യൂണിവേഴ്സറാ ഇത്? ഹലോ ഗൈസ്, അപ്പോൾ ഇതുപോലുള്ള പഴംപുഴുങ്ങികളുടെ വീഡിയോ നിങ്ങളുടെ റീൽ സെക്ഷനിൽ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നോട് ഷെയർ ചെയ്തിട്ടാൽ ഞാൻ എന്നാ ലാഭവും വിധം ഒന്ന് പൊരിച്ചു നോക്കാം. ഇൻസ്റ്റ ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യ്. ഓക്കെ.